ഇരിക്കാൻ പറ്റി എന്തായി എല്ലാം ശരിയായോ? ഇവിടെ രണ്ട് മക്കളുടെ ഉണ്ട്, നമ്മുടെ രണ്ട് മക്കൾ. അപ്പൊ എന്താണ് തുക ഇന്ന് പിൻവലിക്കുന്നുണ്ടോ? ഉണ്ട്. ശരി, കുഴപ്പമുണ്ടല്ലോ. എന്തോന്ന് കുഴപ്പം? അമ്മച്ചി, നിങ്ങളുടെ ഭർത്താവായ മഹാദേവൻ പിള്ള 97,000 രൂപയാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത്. ഇപ്പോൾ പലിശയെല്ലാം കൂടെ ചേർന്ന് അത് 1,05,000 രൂപയായിട്ടുണ്ട്. സമാധാനായി. കുഴപ്പമായി പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇത്രയൊന്നും കാശുണ്ടാവില്ല. 1,00,000 ഉറുപ്പില്ലേ സാറേ? എൻ്റെ കാര്യം നടക്കും അമ്മേ. എൻ്റെ കാര്യം നടത്താം. അതെ അമ്മച്ചി, തുക 1,00,000-ന് മുകളിലായതുകൊണ്ട് ഈ കാശ് ഇപ്പം തരാൻ നിർവാഹമില്ല. അതെന്തോന്ന്? നിങ്ങളിപ്പോൾ തന്ന അവകാശ സർട്ടിഫിക്കറ്റ് വെച്ച് 1,00,000 രൂപ വരെ തരാനേ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. എങ്കിൽ 1,00,000 രൂപ ഞങ്ങൾക്ക് തന്നിട്ട് 5 രൂപ നിങ്ങൾ എടുത്തോ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തള്ളാം, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പിന്നെ 5 രൂപ ഞങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ 1,00,000 രൂപ എടുത്തോ. അമ്മച്ചി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. 1,00,000 രൂപയ്ക്ക് മുകളിൽ 1 രൂപ കൂടിയാലും സക്സഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സക്സഷൻ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുക? നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ കണ്ട് സക്സഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നോക്കുക. എന്നാൽ ഒരു 5 മിനിറ്റ് ഇല്ല, എൻ്റെ പരിചയത്തിൽ ഒരു വക്കീലുണ്ട്. വക്കീലിനെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. തനിക്ക് പോയി കണ്ടിട്ട് വേണ്ടേ? ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ ഇവിടെ കൊണ്ടുവന്നു തരും. അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വക്കീൽ ഓഫീസിന്റെ മുമ്പിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനമല്ല ഇത്. സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ്. സാറേ, അപ്പൊ 5 ദിവസം മെനക്കെട്ട് 5 ഉറുപ്പിക ചെലവാക്കിയിട്ട് വില്ലേജ് ഓഫീസിൽ പോയി ഞങ്ങൾ കൊണ്ടുവന്ന ഈ സർട്ടിഫിക്കറ്റോ? അത് പോരാ. യഥാർത്ഥ അവകാശിയായ മഹാദേവൻ പിള്ളയുടെ പിന്തുടർച്ചക്കാരാരാണെന്ന് കോടതി ബോധ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതാണ് സക്സഷൻ സർട്ടിഫിക്കറ്റ്. ഇനിയിപ്പോ കോടതിയിലും പോകണം. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും വക്കീലിനെ പോയി കണ്ടത് മേടിക്കാൻ നോക്ക്, കുന്തമിഴുങ്ങി പോലെ നിൽക്കാതെ. എടോ, ഞാൻ ജീവപര്യന്തം വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുത്തിരിക്കും. മറ്റേ കേസ് ഞാൻ വെറുതെ വിടിച്ചില്ലേ? ഞാൻ കോടതിയിൽ പോയിട്ട് കൊഞ്ഞാണം ഭാഷ സംസാരിക്കുന്നവനല്ല. ഞാൻ നിയമം പഠിച്ചവനാണ്, വക്കീലാണ്. വെറുതെ അല്ല ഞാൻ LLB എന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്നത്. എനിക്കിവിടെ തിരക്കുണ്ട്. പിന്നെ വിളിക്കും. വിളിച്ച് വെറുതെ അനാവശ്യം പറയുന്നത്. എന്താ അമ്മേ പറയൂ. സാറേ, എൻ്റെ ഭർത്താവ് മഹാദേവൻ പിള്ളയുടെ പൈസ ട്രഷറിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി തരണം. സക്സഷൻ സർട്ടിഫിക്കറ്റ്. ശരിയാ, ഇതൊക്കെ തരൂ, പാസ്ബുക്ക് ഒക്കെ തരൂ. ഇതിന്റെയൊക്കെ ഓരോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തോളൂ. പിന്നെ വരുമ്പോ ഒരു ജ്യൂസ് വാങ്ങിച്ചോ. പൈസ എന്തെങ്കിലും ഉണ്ടോ? 100 രൂപ എന്തെങ്കിലും കൊണ്ടോ? ഇല്ല. എന്നാ പിന്നോട് പറഞ്ഞാൽ മതി. അപ്പോ അമ്മയ്ക്ക് മക്കൾ എത്ര പേരാണ്? 2 പേര്. നിങ്ങളോടല്ലല്ലോ ചോദിച്ചത്, ചോദിച്ച അമ്മയോടല്ലേ? നിങ്ങളാണോ അമ്മ? അല്ല. എങ്കിൽ അമ്മ പറയട്ടെ. 2 പേരാണ്. അമ്മ വില്ലേജിൽ പോയിട്ട് റിലേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതൊക്കെ മേടിച്ചാ സാറേ? എങ്കിൽ കാണിക്കൂ. അതൊക്കെ താലൂക്ക് ഓഫീസിൽ കൊടുത്തു. ആര് പറഞ്ഞു താലൂക്ക് ഓഫീസിൽ കൊടുക്കാൻ? അല്ലാതെ അവിടെ അല്ലേ കൊടുക്കാൻ പറ്റില്ലേ? താലൂക്ക് ഓഫീസിലാണോ കൊടുക്കേണ്ടത്? ചിലപ്പോൾ താലൂക്ക് ഓഫീസിൽ കൊടുത്താലും മതിയായിരിക്കും, നിയമങ്ങളൊക്കെ മാറി വരുന്നതാണ്. പോട്ടെ. അപ്പോ അമ്മയ്ക്ക് 2 മക്കളുണ്ടെന്നും മരിച്ചുപോയ സുദർശനം പിള്ള മഹാദേവൻ പിള്ള അമ്മയുടെ ഭർത്താവാണെന്നും അവിടെ നിന്ന് എഴുതി വാങ്ങിക്കണം. എന്നിട്ട് അമ്മയുടെ ID കാർഡ്, മക്കളുടെ ID കാർഡ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനെ അതുപോലുള്ള എല്ലാ കാർഡുകളും ഇവിടെ തരണം. ഇവിടെയും തരണം. മക്കൾ 2 പേരും എൻ്റെ വിളിപ്പുറത്തുണ്ടാവണം. ഞാൻ ഏത് നിമിഷം വിളിച്ചാലും ഇവിടെ വന്ന് ഒപ്പിടണം. ഇന്ന് തന്നെ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളെ തന്നെ ഫയൽ ചെയ്യാം. ഒപ്പിടല്ലേ? തന്നെ ഒപ്പിടാം. പിന്നെ പത്രം, സ്റ്റാമ്പ്, ഓഫീസ് ചെലവ്, ക്ലർക്കിന് കൊടുക്കാനുള്ളത്, ഇങ്ങനെ കുറച്ച് ചെലവുകളുണ്ട്. അത് തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം. നമുക്ക് 1-2 പേപ്പറിൽ ഒപ്പിടാനുണ്ട്. ഇതൊന്ന് ഒപ്പിട്ട് വെച്ചാൽ പണി തീർന്നു. കാര്യം ചെയ്യും. ഒന്നുകൂടെ ഒന്ന് സൈൻ ചെയ്യും. പിന്നെ ഇതിനൊക്കെ പുറമേ വക്കീൽ ഫീസ് ഒരു 8,000 രൂപ വരും. അതുണ്ടെങ്കിൽ തന്നോളൂ. അത് വൈകുന്നേരം ഇങ്ങോട്ട് എത്തിക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗുമസ്തനെ അങ്ങോട്ട് അയക്കാം. പിന്നെ ഗുമസ്തനെ ഒരു 250 രൂപ എന്തെങ്കിലും കൊടുക്കണം. ശരി. ബസ് പോവും, പിന്നെ ഓട്ടോറിക്ഷ വിളിക്കാനും നിന്റെ പൈസ ഇല്ല. പൈസ വൈകിട്ട് കൊടുത്തയക്കണേ.